ഫ്രാൻസിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിന് വൻ തിരിച്ചടി. ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടാണ് മുന്നിൽ. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. തൂക്കുമന്ത്രിസഭയ്ക്കാണ് സാധ്യത. ഇമാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിൽ വരുമെന്നായിരുന്നു സർവേ ഫലങ്ങൾ. കിരൺ ബാബു ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. കിരൺ, ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് ഇടത് സഖ്യം അവിടെ ഫ്രാൻസിൽ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഫ്രാൻസിന്റെ അന്തിമ ഫലങ്ങൾ ഏകദേശം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതു സഖ്യത്തിനാണ് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന പാർട്ടിക്ക് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നു. പ്രധാനമായും മൂന്ന് സഖ്യങ്ങളാണ് അവിടെ മത്സരിച്ചത്. ഇടതു സഖ്യം ന്യൂ പോപ്പുലർ ഫ്രണ്ട്, അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷം നാഷണൽ റാലി, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുടെ റിനൈസൻസ് പാർട്ടി. ആ റിനൈസൻസ് സഖ്യത്തിൽ മിതവാദി സഖ്യങ്ങളാണ്. തീവ്ര വലതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ നിൽക്കാത്ത മധ്യനിരയിൽ നിൽക്കുന്ന പാർട്ടികളാണ്. അങ്ങനെ മൂന്ന് സഖ്യമാണ് പ്രധാനമായും മത്സരിച്ചത്. ഇപ്പോൾ നിലവിലെ അവസ്ഥ അനുസരിച്ച് ഇടതു സഖ്യത്തിന് 182 സീറ്റുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റ് ഇടതു സഖ്യത്തിനാണ്. രണ്ടാമത് മാക്രോയുടെ സഖ്യത്തിനാണ്. അദ്ദേഹത്തിന് 163 സീറ്റുകളാണ് വരുന്നത്. മൂന്നാം സ്ഥാനത്താണ് തീവ്ര വലതുപക്ഷ സഖ്യം നിൽക്കുന്നത്. അതിന് 143 സീറ്റുകളാണുള്ളത്. എന്നാൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയായിരുന്നില്ല ഫലം. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ അല്ലെങ്കിൽ കുടിയേറ്റത്തെ അടക്കം എതിർക്കുന്ന പാർട്ടിയായ NRന് നാഷണൽ റാലിക്ക് മികച്ച പ്രകടനമായിരുന്നു. അവരായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നത്. അവരെ ഒറ്റയ്ക്ക് വിജയിക്കും എന്നുള്ള അവസ്ഥയടക്കമുണ്ടായിരുന്നു. ആകെ 577 അംഗ പാർലമെന്റിലേക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 289 അംഗങ്ങളാണ്. എന്നാൽ 289 എന്ന മാർക്ക് കടക്കാനോ അതിന്റെ ഏകദേശം 100 മെമ്പർമാരിൽ താഴെ എത്താനോ ഒരു സഖ്യത്തിനും കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള ഇടതു സഖ്യത്തിന് 182 സീറ്റുണ്ട്. അതിനോടൊപ്പം തന്നെ മാക്രോയുടെ സഖ്യം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭരണം സാധ്യമാകും. അങ്ങനെ ഫ്രാൻസിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് തെളിയുന്നത്. എന്തായാലും കഴിഞ്ഞ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ വലത് സഖ്യം, തീവ്ര വലത് പാർട്ടികൾ അധികാരത്തിലേറും എന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പാർലമെന്റ് കാലാവധി നേരത്തെയാക്കി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഇമ്മാനുവൽ മാക്രോയുടെ തീരുമാനം തിരിച്ചടിയാവും സാധ്യതയുണ്ട് എന്ന തരത്തിൽ ആഗോളതലത്തിൽ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇമ്മാനുവൽ മാക്രോയുടെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് ആ തരത്തിലേക്ക് ഒരു വലിയ അബദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നതുകൂടി അദ്ദേഹത്തിന് ഇപ്പോൾ വെളിവായിരിക്കുന്നു. എന്തായാലും ഫ്രാൻസിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇടതു സഖ്യം ഇപ്പോൾ അവിടെ അധികാരത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്മാനുവൽ മാക്രോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് 2027 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും, അദ്ദേഹത്തിന്റെ സഖ്യം പരാജയപ്പെട്ടാലും വിജയിച്ചാലും അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ല എന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ചെറിയ കൗതുകം കൂടി പറഞ്ഞാൽ, കേരളത്തിന് കൂടി ഈ ഫ്രാൻസിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു സവിശേഷമായ ബന്ധമുണ്ട്. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മാഹിയിൽ 30ഓളം ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഫ്രഞ്ച് പൗരത്വമുള്ള ആളുകൾ മാഹിയിൽ ഇപ്പോഴുമുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശരി കിരൺ.